എല്ലാ ഓൺടർപ്രണേഴ്സിനും ഉള്ള ഒരു ഡൗട്ടാണ് ഏകജാല കേന്ദ്ര ഗവൺമെന്റ് പ്രൊജക്റ്റ് ആണോ അല്ലെങ്കിൽ ഏകജാല കേന്ദ്രയ്ക്ക് എന്തൊക്കെ ഗവൺമെന്റ് ലൈസൻസുകളാണ് ഉള്ളത് എന്നുള്ളത്. അതിന് വേണ്ട കൃത്യമായിട്ടുള്ള ആൻസർ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഓൺടർപ്രണേഴ്സും ഏകജാല കേന്ദ്ര പ്രൊജക്റ്റ് എടുക്കുന്നതിന് മുന്നേ ഗവൺമെന്റ് ലൈസൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ലൈസൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നമ്മുടെ കമ്പനി രജിസ്റ്റേർഡ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് കേരള ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റേർഡ് ആണ്. മൂന്നാമതായിട്ട് വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നമ്മുടെ പ്രൊജക്ട് രജിസ്റ്റേർഡ് ആണ്. നാലാമതായിട്ട് വരുന്നത് ISO 9001:2015 രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MSMEയിലും നമ്മുടെ പ്രൊജക്റ്റ് രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗവൺമെന്റ് ലൈസൻസുകളോടും കൂടിയാണ് ഏകജാല കേന്ദ്ര പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഏകജാല കേന്ദ്രയുടെ ഫ്രാഞ്ചൈസി എടുക്കാവുന്നതാണ്. താങ്ക് യു.